ഹായ് ഫ്രണ്ട്സ്, ചെറിയൊരു ഷോപ്പിങ്ങിന് പോവാന്ന്. കണ്ണൂർ ടൗണിലേക്ക് പോവാന്ന്. ഹായ് ഫ്രണ്ട്സ്, മൈനാകം ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മഴ കുറച്ച് കുറവുണ്ട്, ഒന്ന് ടൗണിൽ പോയി കളയാന്ന് വെച്ചു. വൈകിട്ടാണ് സമയം 6 മണി. നമ്മളെ ഇവിടുത്തെ റോഡിൻ്റെ കണ്ടീഷനിൽ മഹാപോക്കാണ്. കാരണം ഈ ഗ്യാസിൻ്റെതും വെള്ളത്തിൻ്റെലും പൈപ്പിട്ട് അതുകൊണ്ട് രണ്ടാമത് ടാറിങ് നടന്നിട്ടില്ല. അപ്പോൾ ടാറിങ് നടക്കുന്നവർ കുറച്ച് വിഷമം തന്നെയായിരിക്കും. അങ്ങനെ നമ്മൾ ടൗണിലേക്ക് പോവാന്ന്. കക്കാട് മെയിൻ റോഡിലെത്തി നേരെ തിരിച്ചു, ലെഫ്റ്റ് എടുത്തു, നേരെ കാൾടെക്സിലേക്കാണ് പോയി. മഴ കുറച്ച് കുറഞ്ഞതുകൊണ്ട് നമ്മൾ 2 വീലറാണ് എടുത്തത്. ഇന്ന് പൊതുവേ യെല്ലോ അലേർട്ടാണ്. മഴയുണ്ടായിരുന്നു, രാവിലെ മുതൽ നല്ല മഴയുണ്ടായിരുന്നു. ഇപ്പം കുറച്ച് കുറവുണ്ട്. അപ്പോൾ നമ്മൾ ഹൈവേയിൽ കയറി പയ്യന്നൂർ ഭാഗത്തേക്ക് തിരിഞ്ഞ്, നമ്മളെ വീട്ടിൽ നിന്ന് ഹൈവേ വരെയുള്ള ദൂരം എന്ന് പറഞ്ഞാൽ 2.5 കിലോമീറ്ററാണ്. 2.5 കിലോമീറ്റർ നമ്മൾ ഹൈവേ റോഡിലെത്തും. ഇനി ഇവിടുന്ന് ഇത് AKG ആശുപത്രിയിലേക്കെല്ലാം പോകുന്ന വഴിയാണ്. തളാപ്പ് എന്ന് പറയുന്ന സ്ഥലമാണ്. തളാപ്പിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നമ്മൾ ഇവിടെ ഒരു ലാവീസ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. ചെറിയൊരു കടയാണ്. ആ കടയെ ലക്ഷ്യമാക്കിയാണ് നമ്മുടെ യാത്ര. നമ്മൾ കടയിലെത്താറായി. ഓപ്പോസിറ്റ് സൈഡിലാണ് റാന്തൽ എന്ന് പറയുന്ന ഹോട്ടലുണ്ട്. ഈ കടയുടെ പുറകിലായിട്ടൊരു ഹോസ്പിറ്റലുണ്ട്. നേരെ മുമ്പ് കാണുന്ന ചുവന്ന ബിൽഡിങ് നമ്മുടെ AKG ഹോസ്പിറ്റലാണ്. ഈ റോഡ് കണ്ണൂർ പോലീസ് മൈതാനിയുടെ മുമ്പിൽ നിന്ന് നേരെ AKG ഹോസ്പിറ്റലിലേക്ക് വരുന്ന റോഡാണ്. ഇത് നേരെ ഹൈവേയിലേക്കാണ് എത്തിച്ചേരുന്നത്. പാമ്പൻ മാധവൻ റോഡ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ ലെഫ്റ്റിലോട്ടാണ് ചൈതന്യ ഹോസ്പിറ്റലുള്ളത്. ഇപ്പോൾ ലാവീസിൻ്റെ പുറകിലായിട്ടാണ് ചൈതന്യ ഹോസ്പിറ്റൽ. ഇതാണ് നമ്മൾ വരാൻ ഉദ്ദേശിച്ച കട. വലിയ കടയൊന്നുമല്ല, ചെറിയൊരു കടയാണ്. പക്ഷേങ്കിൽ എന്തെല്ലോ ഡിസൈൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഭാര്യ വന്നത്. ഞാൻ വണ്ടി നിർത്തുമ്പോൾ തന്നെ ഓടിച്ചാടി പെട്ടെന്ന് തന്നെ ഷോപ്പിൽ കയറി എല്ലാം വാരി വലിച്ചിട്ട് തിരയാൻ തുടങ്ങിയിരുന്നു. ഇതൊന്നും കക്ഷിക്ക് ഇഷ്ടപ്പെടാനുള്ള സാധ്യത കുറവാണ്, എങ്കിലും തിരയുന്നുണ്ട്. കട ചെറുതാണെങ്കിലും നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് ഈ കടയിലുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. ഭാര്യ തിരച്ചിലാണ്. ഇനിയും തിരഞ്ഞ് കിട്ടിയിട്ടില്ല, തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം ഞാൻ മറ്റുള്ള ഐറ്റംസിൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കല്യാൺ സിൽക്കിലെല്ലാം ആടി സെയിൽ തകർത്താടുകയാണ്. ഹാഫ് റേറ്റും ഇരട്ടിയും എല്ലാം കൊടുക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അപ്പം ഭാര്യ അവിടെ സെലക്ഷൻ ചെയ്യുന്നുണ്ട്, ഞാൻ വെളിയിൽ പോയി കുറച്ച് വീഡിയോ എടുക്കുന്നുണ്ട്. ഇത് AKG ഹോസ്പിറ്റലാണ്. റെഡ് മുമ്പിൽ കാണുന്നത് ഇതാണ് ലാവീസ് ഡിസൈൻ എന്ന് പറഞ്ഞ ഷോപ്പ്. ചെറിയ ഷോപ്പാണെങ്കിലും കളക്ഷൻസ് ഉണ്ട്. അതുകൂടാതെ ഇപ്പോൾ ഇത് ഒരു ലാബോറട്ടറിയാണ്. ഇതാണ് കണ്ണൂർ പോലീസ് മൈതാനി റോഡ്. ഇത് AKGയിലേക്ക് റോഡ്. പാമ്പൻ മാധവൻ റോഡ് എന്നാണ് ഈ റോഡിൻ്റെ പേര്. ഇതാണ് റാന്തൽ ഹോട്ടൽ. നല്ല അടിപൊളി ഭക്ഷണം കിട്ടുന്ന ഹോട്ടലാണ് റാന്തൽ. ചെറിയൊരു ഓടിട്ടിട്ടുള്ള ചെറിയൊരു പഴയ ബിൽഡിങ് മാതിരിയുള്ളൊരു ബിൽഡിങ്ങാണ് ഈ ഹോട്ടലിൻ്റെ പ്രത്യേകത. സാധാരണ ഉള്ള വലിയ കോൺക്രീറ്റ് ബിൽഡിംഗ് അല്ല, ഓടിട്ടിട്ടുള്ളൊരു ബിൽഡിങ്ങാണ്. ചെറിയൊരു ബിൽഡിങ്. പക്ഷേങ്കിൽ പാർക്കിങ്ങിനെല്ലാം നല്ല സൗകര്യമുള്ള വിശാലമായ പാർക്കിംഗ് ഏരിയയിലുള്ളൊരു ഹോട്ടലാണ്. നല്ല ഭക്ഷണമാണ്. നമ്മൾ 2-3 പ്രാവശ്യം പോയി കഴിച്ചൊരു ഭക്ഷണമാണ്. അതിൻ്റെ നേരെ മുമ്പിലാണ് ഈ കട. അതിൻ്റെ പുറകിലായിട്ടാണ് ചൈതന്യ ഹോസ്പിറ്റലുള്ളത്. നമ്മൾ ആദ്യമായിട്ടാണ് ഈ കടയിൽ വരുന്നത്. ഇതിൽ നല്ല ക്വാളിറ്റി സാധനങ്ങളാണ്. സാധാരണക്കാരന് കുറച്ചൊരു റേറ്റ് കൂടുതലായി തോന്നുമെങ്കിലും നല്ല കളക്ഷൻസാണ്, നല്ല മെറ്റീരിയലാണ്. നല്ല ഡിസൈനിലുള്ള മെറ്റീരിയലുകളെല്ലാം ഇവിടെയുണ്ട്. ഇതിൻ്റെ മുകളിലത്തെ നിലയിലാണ് സാരികളുടെ സെക്ഷൻ. സാരി വെഡ്ഡിങ് സെറ്റെല്ലാം മുകളിലുണ്ട്. ഇവിടെ താഴെ വന്നിട്ട് ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, അങ്ങനെയുള്ള ഇന്നർ വെയർ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം താഴെയുള്ളത്. 2 ഫ്ലോറിലായിട്ടാണ് ഈ ചെറിയ കട. താഴെ തിരക്ക് കുറഞ്ഞ സമയത്തായിരുന്നു നമ്മൾ ഈ കടയിൽ എത്തിപ്പെട്ടത്. മഴ കാരണമായിരിക്കും തിരക്ക് കുറഞ്ഞതെന്നാണ് വിചാരിക്കുന്നത്. കൂടുതൽ സിൽക്ക് മെറ്റീരിയൽസാണ് ഇവിടെ വിൽക്കപ്പെടുന്നത്. കൂടാതെ ഓൺലൈൻ പർച്ചേസ് കൂടുതലായി നടക്കുന്ന ഒരു ഷോപ്പാണിത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആൾക്കാരെ തിരക്കില്ലാത്തത്. അങ്ങനെ അവസാനം ഭാര്യ 2 ചുരിദാർ മെറ്റീരിയൽ സെലക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വാങ്ങിക്കോ ഇല്ലയോ എന്നറിയില്ല. അങ്ങനെ ആലോചിക്കുക എന്നുള്ളി.
അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഒന്നാമത്തെ നിലയിലേക്ക് പോവുകയാണ്. സാരികളുടെ കളക്ഷനാണ്. ഇവിടെയുള്ള ഐറ്റംസ് എല്ലാം നല്ല ഐറ്റംസാണ്, എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ട തന്നെയാണ്. അപ്പോൾ ഏതായാലും ഇപ്പോൾ തൽക്കാലം 2 മെറ്റീരിയൽ, ചുരിദാർ മെറ്റീരിയൽ മാത്രം വൈഫ് സെലക്ഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഓണത്തിനോടടുപ്പിച്ച് ഒരു പ്രാവശ്യം കൂടി വന്നിട്ട് വേണ്ട സാധനങ്ങൾ എടുക്കാമെന്നാണ് പറയുന്നത്. ഏതായാലും നമുക്ക് ഇഷ്ടപ്പെട്ടു, നല്ല കളക്ഷനാണ്. ഈ കട സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാമ്പൻ മാധവൻ റോഡ്, AKG ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ നിന്നും റൈറ്റിലോട്ട് നേരെ പോലീസ് മൈതാനിയിലേക്ക് വരുന്ന റോഡിലാണ് ഈ കട. ചൈതന്യ ഹോസ്പിറ്റലിൻ്റെ മുന്നിലായിട്ടാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ലാവീസിൽ നിന്ന് നമ്മൾ ഇറങ്ങിയായി. ലാവീസിൽ നിന്ന് വേണ്ട സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. ഇനി എന്തോ ലൈനിങ് കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് സൂര്യ എന്ന് പറയുന്ന കടയിൽ, സൂര്യ ടെക്സ്റ്റൈൽസ്, സൂര്യ വസ്ത്രാലയത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത്. സൂര്യ വസ്ത്രാലയം തെക്കി ബസാർ, സൗത്ത് ബസാർ കണ്ടോ, സൗത്ത് ബസാറിലാണ് കണ്ടു തിരിച്ചു. ഇതാണ് ജി മാൾ. നേരെ കാൾടെക്സ്, തെക്കി ബസാർ, സൗത്ത് ബസാർ. സൗത്ത് ബസാറിന് ലെഫ്റ്റിലുള്ളോട്ടായിട്ടാണ് സൂര്യ വസ്ത്രാലയം ഉള്ളത്. സൂര്യ വസ്ത്രാലയത്തിന് മുമ്പിലെത്തി. സൂര്യ സിൽക്ക്, ഇവിടെയൊക്കെ ആടി സെയിൽ നടക്കുവാണ്. 50% ഓഫ്. നമുക്ക് ഉള്ളിൽ കയറി നോക്കാം, 50% ഉണ്ടോ 30% എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് നോക്കാം. സൂര്യ വസ്ത്രാലയം ഒരു വലിയ കടയാണ്, 3-4 ഫ്ലോറിലുള്ള ഒരു കടയാണ്. നമ്മൾ എല്ലാ ഫ്ലോറിലൊന്നും പോയിട്ടില്ല, ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രം പോയി വൈഫിന് വേണ്ട സാധനങ്ങൾ മാത്രം നോക്കിയിട്ട് തിരിച്ചു പോവാണ്. അപ്പോൾ മുകളിലേക്ക് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല, കയറിയിട്ടില്ല. സൂര്യയിൽ നിന്ന് നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.